പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ള ഏത് രാജ്യത്തിലുള്ളവരും ഒരുപോലെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പദമാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ ഈ ആഴ്ചയുടെ അവസാന ദിവസമായി ശനിയാഴ്ച രാത്രിയെ ആമേൻ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മുതൽ ഇന്ന് വരെ ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ആമേൻ ഓരോ ദിവസവും ദൈവം നമ്മെ ക്ഷേമത്തോടെ നടത്തിയില്ലേ. ആമേൻ സമപ്രായത്തിലുള്ള എത്രയോ പ്രിയപ്പെട്ടവര് ആമേൻ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞപ്പോൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ദുഃഖിതരായി കഴിയുമ്പോൾ അതേ സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ ശക്തീകരിക്കുന്നെങ്കിൽ ദൈവം നമ്മെ ബലപ്പെടുത്തിയെങ്കിൽ അതോർത്ത് നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് അലകളെ തുറന്ന് കരങ്ങൾ അടിച്ച് ശക്തിയോടെ സർവജ്ഞാനിയും സർവവ്യാപിയും സകലവൃത്തത്തിനും സകല പൂഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ ഒരിക്കൽ കൂടെ ആരാധിക്കുവാൻ ഒരിക്കൽ കൂടെ സ്തുതിക്കുവാൻ ജീവിതത്തിൽ ആയുസ് ദീർഘമാക്കി തന്ന കർത്താവിന് നന്ദി പറഞ്ഞാൽ കുടുംബമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചതിനായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ചർച്ച ബന്ധുക്കാർ ഉടയവരെല്ലാവരും ആയിരുന്നെടുത്ത് ദൈവം സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് നന്ദിയുടെ ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുന്ന കർത്താവേ, കാമകാലത്ത് ക്ഷേമത്തോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇന്ന് പകലിലും അവിടുന്ന് ഞങ്ങളെ പിടിച്ചു നടത്തിയ കണ്ണിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും അവിടുന്ന് സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് തലമുറകളെ ദൈവം സൂക്ഷിച്ചെങ്കിൽ, കൂടപ്പുറപ്പിനെ ദൈവം സൂക്ഷിച്ചെങ്കിൽ, മാതാപിതാക്കളെ ദൈവം സൂക്ഷിച്ചെങ്കിൽ, ആമേൻ ഞാനെന്നെങ്കിൽ കടന്നുപോയിട്ട് തവിച്ചനായ ദൈവത്തിന്റെ സാന്നിധ്യം അതേ കൂടെ ഇരുന്ന് അത്ഭുതകരമാണ് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരുള്ളവർ ഉചിതമത്രേ, സ്തുതികളിൽ വസിക്കുന്നവർ ഇന്ന് രാത്രി നമ്മുടെ മധ്യയുടെ മുഴുവൻ സാന്നിധ്യവുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ കൃപയാൽ ഈ ലൈവിൽ ആയിരിക്കാൻ കർത്താവ് അടിയന് കൃപ നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ലൈവിലായിരിക്കും നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനും ആമേൻ നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. ഒരാഴ്ച മുഴുവൻ അവിടുന്ന് ഞങ്ങൾ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുന്ന കർത്താവേ, ഇന്നയോളം ഞങ്ങളെ നടത്തിയ ദൈവ കൃപയോർത്ത് ദൈവത്തിന്റെ കരുതൽ ഓർത്ത് പരിപാലനം ഓർത്ത് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുകയാണ്. ഈ രാത്രി ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്ന അവിടുന്ന് ദൈവകൃപയ്ക്കായി സ്തോത്രം. പാടുവാൻ പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ നൽകിയാട്ട് ആത്മാവിൽ പാടുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിച്ചാട്ട് കർത്താവ് ഇന്ന് രാത്രിയിലും അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ കർത്താവിനക്ക് കൃപ നൽകണമേ. ആമൻ ബന്ധനമില്ലാത്ത ദൈവ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും ആമൻ ശ്രോതാക്കളിൽ ദൈവ ശക്തിയായി വെളിപ്പെടുവാൻ സ്വതന്ത്രയാക്കണമേ. ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട്
അവിടെ നിറയ്ക്കണമേ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം ആമേൻ പ്രഘോഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ. കാദേശ് മരുഭൂമിയെ നടുക്കിയ ദൈവിക ശബ്ദം ആമേൻ മാൻകോടകളെ പ്രസവിക്കുമാറാക്കിയ ദൈവിക ശബ്ദം, മരങ്ങളെ തോലുവിക്കുമാറാക്കിയ ദൈവിക ശബ്ദം ഇന്ന് രാത്രി ചില ഭാവികൾ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, വിശുദ്ധൻ തന്നെ തന്നെ ശുദ്ധീകരിക്കാൻ, ആമേൻ വ്യക്തി ജീവിതങ്ങൾ ദൈവത്തോട് അടുക്കുവാൻ ഇന്ന് രാത്രി ഇടയാക്കണമേ തന്നോട് പ്രാർത്ഥിക്കുന്നു. നിരാശരായി കഴിയുന്നവർ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ പ്രാപിപ്പാൻ ഇടയാകണം, സൗഖ്യമാകുവാൻ ഇടയാകണം. സമസ്ത മേഖലകളിൽ ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി അന്ത്യകാലമാകിയ സകല ജഡത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത ദൈവാത്മാവിന്റെ ശക്തിയെ കാത്തിരിക്കുന്ന ജഡത്തിന്മേൽ അങ്ങ് വെളിപ്പെടുത്തി മാനിക്കുകയും ആചരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കും. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സന്ധ്യാവന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രി നമുക്കറിയാവുന്ന ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ആമേൻ ദൈവം നൽകിയ വചനങ്ങൾ ഇന്ന് രാത്രി ആമേൻ പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു, ആൾത്തോറും
ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർക്കാം. നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഭാരങ്ങളും വേദനകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിന് നേരെ ഒന്നിനു പുറകെ ഓരോന്നായി കടന്നു വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ തകർന്നു പോകാതെ പരിചയായി, രക്ഷയായി, സങ്കേതമായി, കോട്ടയായി, രക്ഷയായി, വെളിച്ചമായി, പാതയായി വെളിപ്പെടുന്നവർ അവന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അവൻ സുരക്ഷിതമായിരിക്കാൻ ദൈവം കൃപ ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ആ കൃപ അനുഭവിച്ചവർ മൗനമായിരിക്കാതെ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വേദനയിലൂടെ കടന്നുപോയപ്പോ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോ, പ്രതീക്ഷിക്കാത്ത അതേ സമയത്ത് അവൻ നിനക്കെതിരെ ശത്രുവായവൻ കടന്നു വന്നപ്പോ അതിന്റെ മുമ്പിൽ നീ തകർന്നു പോകാതെ നിനക്ക് പരിചയമായി നിന്നവൻ, അതെ നിനക്ക് രക്ഷയായി വെളിപ്പെട്ടവൻ, ഹല്ലേലൂയ, അതെ വെളിച്ചമായി നിന്റെ മുമ്പിൽ തണലായി താങ്ങായി നിന്നവൻ, ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ ഒരാഴ്ച മുഴുവൻ ദൈവം അത്ഭുതകരമായി, അതിശയകരമായി ഞങ്ങളെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെയും അവണ്ണം ദൈവം നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഈ ലൈവിലായിരിക്കാൻ ഇടയായി തീരുന്നത്. ഹല്ലേലൂയ. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്ന് ചോദിച്ചാൽ ഒന്നേ പറയാനുള്ളൂ, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാണ്. ഹല്ലേലൂയ. ഒരു കണ്ണിനും കനിവ് തോന്നാതിരുന്നപ്പോൾ കരുണാമയന്റെ കണ്ണ് നിന്നെ കണ്ടതുകൊണ്ടല്ലേ മാതാവേ ഇന്ന് നീ ജീവനോട് ഇരിക്കുന്നത്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ആമേൻ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അതിനകത്ത് അകപ്പെട്ട് തകർന്നു പോകാതെ, അയ്യം വിളിച്ച് തീർന്നു പോകാതെ, നിലവിളിച്ചതിന് നിലവിളിക്ക് മറുപടി തന്ന് ഇന്നയോളം നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ കരം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ചിന്തയ്ക്ക് ആധാരമായി ആമേൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിച്ച് ആമേൻ ആ ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. എല്ലാവരുടെയും വിലപ്പെട്ട സമയം ആമേൻ അല്പ നേരത്തേക്ക് ഇവിടേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് വളരെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ദൈവവചനം ശ്രമിക്കുമെങ്കിൽ നിശ്ചയമായും ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് രാത്രിയിലും ഒരു ചോദ്യത്തോടു കൂടെയാണ് നമ്മൾ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. തികഞ്ഞ സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. തികഞ്ഞ സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങളുടെ ഫാമിലി, ആമേൻ, ഭാര്യ ഭർത്താവുമായി, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി, നിങ്ങളുടെ മാതാപിതാക്കളുമായി, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ രാജ്യത്ത്, ആമേൻ, നിങ്ങൾ എവിടെയായിരുന്നാലും ആമേൻ തികഞ്ഞ സമാധാനത്തോടെ ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഇന്ന് രാത്രിയിലും ആമേൻ നാം ദൈവവചനം ശ്രമിക്കുവാനായി പോകുന്നത്. ഹല്ലേലൂയ. പരിപൂർണ ആ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് ആമേൻ നിങ്ങളെ നയിക്കുവാൻ കഴിയുന്ന ഒരുവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. ആമേൻ. ഒന്നും കൂടെ ചോദിക്കട്ടെ, തികഞ്ഞ സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം, അല്പസമയം, ഹല്ലേലൂയ, നിങ്ങൾ ഈ ലൈവിൽ ഒരുമിച്ചായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആ സമാധാനം അനുഭവിക്കുവാൻ തക്കവണ്ണം സ്വർഗം നിങ്ങൾക്ക് കൃപ നൽകും.
യാതൊരു മാറ്റവുമില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വായിക്കാം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3-4 വാക്യം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പൂർണ്ണ സമാധാനത്തിൽ നിന്നെ കാക്കുന്നവൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി നിന്റെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അവൻ നീ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്തവനായി, നീ തളരുമ്പോഴും തളരാത്തവനായി, നീ ക്ഷീണിക്കുമ്പോഴും ക്ഷീണിക്കാത്തവനായി, അതെ നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നെ താങ്ങി നടത്തുവാൻ ശക്തനായവൻ. നീ നിരാശപ്പെട്ടിരിക്കുമ്പോഴും, നീ ക്ഷീണിച്ചിരിക്കുമ്പോഴും, നീ ഉറങ്ങിക്കിടക്കുമ്പോഴും, അത് ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നിന്നോട് കൂടെ ഇരിക്കുന്ന നല്ല ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ആരെങ്കിലും ഈ ലൈവിലുണ്ടെങ്കിൽ ആ കരമടിച്ചത് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26:3 ആമേൻ. അത് ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തിന്റെ ദൂത ആമേൻ ജനത്തോട് പറയുന്നു, ആമേൻ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട്. ഹല്ലേലൂയ. അസ്ഥിരനാകരുത്, ഹല്ലേലൂയ. ഇരുമനസ്സുള്ളവനാകരുത്. സ്ഥിരമാനസൻ സ്ഥിരമായി. അതേ ദാനിയേല് ആമേൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ആമേൻ 3 നേരം കിളിവാതിന് നേരെ ആമേൻ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അവൻ ദാവീദ് പറയുന്നു, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ സങ്കടം ബോധിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ ആ ഭക്തനായ ഇയ്യോബ് പറയുന്നു, ഞാൻ എന്റെ കാര്യം അവനിൽ ഭരമേൽപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. കഷ്ടത വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ഒറ്റയ്ക്കാകുമ്പോൾ, ഏകാന്തതയുടെ നടുവിലും കൈവിടാതെ താങ്ങി നടത്തുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഭക്തന്മാർ ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ അവങ്കൽ ഭരമേൽപ്പിക്കുമായിരുന്നു. ഇന്ന് രാത്രി കണ്ണുനീരിലും ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ആണോ നീ ആയിരിക്കുന്നത്? സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. പാതി സമാധാനത്തിലല്ല, അല്പസമാധാനത്തിലല്ല, പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി ഏത് പ്രതികൂലത്തിന്റെ നടുവിലും തളർന്നു പോകാതെ നിന്നെ സൂക്ഷിക്കുന്ന പരിചയായി വെളിപ്പെട്ടു വരുന്ന, രക്ഷയായി വെളിപ്പെട്ടു വരുന്ന വെളിച്ചമായി ആമേൻ നിന്റെ മുമ്പിൽ ആമേൻ മുൻപോട്ട് പോകത്തക്ക വിധത്തിൽ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി വെളിപ്പെട്ടു വരുന്നവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. തിരിച്ചറിയുന്നവർ ഓരോ കാതരങ്ങളെ തുറന്ന് കരമടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയ സ്തുതികളിലെ വസിക്കുന്ന സർവശക്തനായ ദൈവം. സഹോദര സഹോദരി, മാതാവേ പിതാവിനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ സമാധാനത്തിലേക്ക് നിന്നെ നയിപ്പാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നീ അനുഭവിക്കത്തക്ക വിധത്തിൽ നീ ആയിരിക്കുന്ന റൂമിനകത്ത്, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആമേൻ നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തിയുള്ളവൻ. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഈ COVID-19 കാലഘട്ടങ്ങളിൽ ആമേൻ, ഈ കൊറോണ കാലയളവിൽ ഹല്ലേലൂയ ക്വാറന്റൈനിലൂടെ കടന്നു പോകുമ്പോൾ ആമേൻ പ്രിയമുള്ളവരെ, ദൈവജനം എവിടെ കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി ആമേൻ ദൈവസന്നിധി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നുണ്ടോ, ഈ ലോകം നൽകാത്ത സമാധാനം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം എന്തെന്ന് രുചിച്ചറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്പസമയം ദയവായി നിങ്ങളുടെ വിലപ്പെട്ട സമയം അതേ ദൈവസന്നിധിയിൽ മാറ്റിവെച്ചിരിക്കുവാൻ തയ്യാറാകും. നീ കേൾക്കുന്ന വചനം നിന്നെ പൂർണ്ണ സമാധാനത്തിലേക്ക് നയിക്കുവാൻ ഉതകുന്നത് നരഭൂജിയെ നരസ്നേഹിയാക്കി മാറ്റിയ ജീവന്റെ വചനം ഇന്ന് രാത്രി കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്ന അനുഭവമാണ് നിനക്കുള്ളതെങ്കിൽ അതിനകത്ത് നിന്ന് സത്യമായ സമാധാനത്തിലേക്ക് നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ തക്കവണ്ണം ഈ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അത് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ പോലെ അവനൊരു കുടുംബസ്ഥനാണ്. ഹല്ലേലൂയ. അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂടപ്പുറപ്പുണ്ട്, മാതാവുണ്ട്, പിതാവുണ്ട്, ആമേൻ കുടുംബക്കാര്, ബന്ധുക്കാര്, ചാർച്ചക്കാര്, സുഹൃത്തുക്കള് എല്ലാവരും ഉണ്ട്. എല്ലാത്തിനേക്കാളും ഉപരി ജീവിത പങ്കാളി 2 പെൺകുഞ്ഞുങ്ങളും എനിക്കുണ്ട്. ആമേൻ ജീവിതത്തിൽ കഷ്ടത എന്തെന്നും വേദന എന്തെന്നും അതേ പ്രതികൂലങ്ങൾ എന്തെന്നും രോഗം എന്തെന്നും ഒക്കെ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇതിനോടകം അവസരം നൽകിയിട്ടുണ്ട്. ആമേൻ 2001 മുതൽ വാടക വീടിലൂടെ മാറി മാറി താമസിച്ച കർത്താവിന്റെ വേലയിൽ ആമേൻ 17 വയസ്സ് തൊട്ട് ആമേൻ കൊല്ലം ജില്ല തുടങ്ങി ആമേൻ കേരളത്തിന്റെ മിക്ക ജില്ലകളിലും ആമേൻ ബോംബെയിലും ആമേൻ അതേ ഹൈദരാബാദിലും കർത്താവിന്റെ സാക്ഷി
സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. അനേകരെ കണ്ടുമുട്ടിയിട്ടുണ്ട്, അനേകരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അനേകരും ആമേൻ കണ്ണുനീരിലും ദുഃഖത്തിലൂടെ കടന്നുപോയപ്പോൾ ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ, ആമേൻ നീതിയുടെ അതേ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ സമാധാനം പ്രാപിക്കുന്നത് കാണുവാൻ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആമേൻ ലോകം നൽകാത്ത സമാധാനം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്നത് കൊണ്ട് ഈ ലൈവിലൂടെ ഈ വചനം അതിശക്തിയോടെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സ്വർഗത്തിലെ ദൈവം ആമേൻ എന്റെ നിങ്ങളുടെ സങ്കടം കണ്ട് മാറിപ്പോകുന്നവനല്ല, എന്റെ നിങ്ങളുടെ കത്തുകൾ കണ്ട് മാറിപ്പോകുന്നവനല്ല. ആമേൻ സുഹൃത്തുക്കൾ മാറിപ്പോയേക്കാം, സാഹചര്യങ്ങൾ അനുസരിച്ച് ആമേൻ വ്യക്തി ബന്ധങ്ങൾ മാറിപ്പോയേക്കാം. എന്നാൽ ഏത് സാഹചര്യങ്ങളും ആമേൻ അതിജീവിക്കുവാൻ തക്കവണ്ണം എന്നെയും നിന്നെയും ശക്തിയുള്ളവനാക്കി മാറ്റുന്ന ദൈവം കഷ്ടത കണ്ണുമ്പോൾ മാറിപ്പോകുന്നവനല്ല, കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്ന് അതേ കൈത്താങ്ങി അവനെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, ഞാൻ ഞെരുക്കത്തിൽ നിന്ന് യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ എനിക്ക് വിശാലത വരുത്തി. ഹല്ലേലൂയ. ആമേൻ ഞാൻ ഭൂമിയുടെ അറ്റത്ത് ഹൃദയം ക്ഷീണിച്ചിരുന്ന് നിലവിളിച്ചപ്പോൾ അവൻ എനിക്ക് ഉത്തരം അരുളി. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ എവിടെ ഇരുന്ന് നിലവിളിച്ചാൽ, എവിടെ ഇരുന്ന് കരഞ്ഞാലും, ആരും കാണാതെ മാറിയിരുന്നാലും, നിന്നെ കാണുന്ന കരുണാമയന്റെ കണ്ണ് നിന്നെ കണ്ടാൽ, അവനൊന്ന് തൊട്ടാൽ, അവനൊന്ന് നിന്നോട് ഇടപെട്ടാൽ ഇന്ന് രാത്രി നിന്റെ അവസ്ഥ മാറുകയാ. ആമേൻ നിന്റെ കണ്ണുനീരിന് മറുപടി അതേ ലഭിക്കുകയാ. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ പ്രതീക്ഷിക്കുന്നവർ കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവം, ഹൃദയം നുറുകിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി മനം തകർന്നിരിക്കുന്ന നിന്നെ രക്ഷിക്കുവാൻ ശക്തനായവന്റെ കരം അത് കുരുതി പോയിട്ടില്ല, അത് കേൾപ്പാൻ കഴിയാതെ കണ്ടവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. അതെ, ഇന്ന് രാത്രി പലരും നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞേക്കാം, പലരും നിന്നോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞേക്കാം. എന്നാൽ ആവശ്യം നിന്റേതാണ്. അതെ, നിലവിളിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. നിലവിളിയിലേക്ക് മാറിപ്പോകുന്നവനല്ല, നിന്റെ സങ്കടം കണ്ട് മാറിപ്പോകുന്നവനല്ല, നിന്റെ കഷ്ടത കണ്ട് മാറിപ്പോകുന്നവനല്ല, കഷ്ടത കണ്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവന്റെ കാര്യം ഇന്ന് രാത്രി നിനക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞ എത്ര കരമടിച്ച് ശാശ്വതമായ ഒരു പാല ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 4-ാം വാക്യമാണ് വായിച്ചത്. യഹോവയാം യാഗിൽ ശാശ്വതമായ പാതയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. യുഗങ്ങളുടെ പാതയാകുന്ന ക്രിസ്തു. ആമേൻ. യഹോവയാം യാഗിൽ. ഹല്ലേലൂയ. യഹോവ എന്ന വാക്കിനർത്ഥം രക്ഷിക്കുന്നവനെന്ന. ആമേൻ. അതേ പാറയെന്ന് ആമേൻ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ യുഗങ്ങളുടെ പാറയായി സത്യ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ അതേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ആമേൻ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും ആമേൻ അതിൽ ഉള്ള സകല ദ്വീപുകളും ആമേൻ അവയിലെ നിവാസികളുമായുള്ളവരെ ആമേൻ നോക്കണമേ. സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവര് ഏത് സമയവും ആമേൻ വെള്ളം നിന്റെ മീതെ കവിയ സഹോദര. ആമേൻ ഏത് സമയവും നിന്റെ പടകിന് നേരെ തിരമാല ഉയർന്നു വരാം. ആമേൻ. ഹല്ലേലൂയ. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞതായ ഒരു യാത്രയാണ് സമുദ്രത്തിലൂടെ. ഇന്ന് രാത്രിയിലും വളരെ പ്രതിസന്ധിയിലൂടെ മുമ്പോട്ട് പോകുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, ഇന്ന് രാത്രി നിന്നോടുള്ള ദൂത ആമേൻ സ്വർഗം പറയുന്നു. ആമേൻ അതെ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും ആമേൻ പ്രതികൂലത്തിന്റെ നടുവിലൂടെ, പ്രതിസന്ധിയുടെ നടുവിലൂടെ, വെല്ലുവിളിയുടെ നടുവിലൂടെ ഇന്ന് രാത്രിയിലും ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ അതെ നദി നിന്നെ മുക്കിക്കളയാതെ കണ്ട് നിന്നോട് കൂടെ ഇരുന്ന് അതെ മനുകരെ എത്തിക്കുക. നിനക്ക് വേണ്ടി അതെ ആരും കാണാത്ത പാത നിനക്ക് മുന്നിൽ വെട്ടി തുടങ്ങുക. ശക്തരായവൻ നിന്റെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന്റെ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിൽ ഉള്ള സകല ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ. അത് നമുക്കറിയാം, ദ്വീപ് 4 പാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട് ആയിരിക്കുന്ന ദ്വീപിൽ പാർക്കുക എന്ന് പറയുന്നത് വളരെ വൈഷമ്യമേറിയ കാര്യമാണ്. ആമേൻ ഈ കഴിഞ്ഞ 2 വർഷം കേരളത്തിൽ അത് ഫ്ലഡ് ജലപ്രളയം ഉണ്ടായപ്പോൾ ആമേൻ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിൽ ആമേൻ മിക്കയിടങ്ങളിലും ഒറ്റപ്പെട്ട് കിടന്ന സ്ഥലങ്ങളിൽ ചതുപ്പ് നിലങ്ങളിൽ വെള്ളം ആമേൻ അതെ വളരെ ശക്തമായി ഒഴുകി ആമേൻ ദ്വീപുകൾ പോലെ ഒറ്റയ്ക്ക് ആയി പോയപ്പോൾ അവരെ
രക്ഷിക്കുവാൻ വേണ്ടി വളരെ ശക്തമായ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഹെലികോപ്റ്റർ വന്ന് അവരെ ആഹാരങ്ങൾ കൊടുത്ത് അവരെ രാത്രിക്ക് റായ്മാനം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആമേൻ. നോക്കണമേ, ദ്വീപിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും ഭയമാണ്. എപ്പോഴും ആമേൻ എന്തു സംഭവിക്കാം. പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്ന യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും, 4 പാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട രാജൻ പക്ഷികൾ പച്ച മാംസത്തെ കൊത്തി പറിക്കുന്നത് ഞാൻ എന്റെ കണ്ണാലെ കണ്ടു ഭയന്നതാ. എന്നാൽ ഭയപ്പെടാണ്ട എന്ന് പറഞ്ഞ നാഥൻ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചെ പോലെ ശബ്ദമുള്ളവനായി, അതേ 7 പൊന്നിലവിളത്തോട് കൊണ്ടിരിക്കുന്നവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതേ ഞാൻ അവിടെ തീർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. അത് നീ നദിയിൽ കൂടി കടക്കേണ്ടി വന്നാലും നദി നിന്നെ മുക്കുകയില്ല. നീ വെള്ളത്തിൽ കൂടെ നടക്കേണ്ടി വന്നാലും വെള്ളം നിന്റെ മേൽ കവിയെത്തില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ, യഹോവയാം യാഗിൽ ശാശ്വതമായ പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. ഹല്ലേലൂയ. സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകല ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുവിൻ. ഹല്ലേലൂയ. കുടഞ്ഞ ചേറ്റിൽ കിടന്ന ആമേൻ നാശകരമായ അനുഭവത്തിൽ കിടന്ന ഒരു കാലെടുത്ത് വെക്കുമ്പോൾ മറുകാല് താണുപോകത്തക്ക വിധത്തിലുള്ള അതേ പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഏടുകളിൽ കടന്നു വന്നപ്പോൾ ഭക്തൻ പറഞ്ഞു, കുടഞ്ഞ ചേറ്റിൽ കിടന്ന എന്നെ അവൻ കരം പിടിച്ചുയർത്തി സുസ്ഥിരമായ പാറമേൽ നിർത്തി അവന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അത് നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഇവിടെ യശയാപ്രവാചകൻ ആമേൻ ദൈവത്തിന്റെ വായായി നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിൽ ഉള്ള സകലവും ദ്വീപുകളും നിവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുകയും. സ്തുതികളിന്മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവത്തെ ജീവനോടിരുന്ന് ആരാധിക്കുവാൻ തക്കവണ്ണം നിന്റെ ആയുസ്സിനെ ദീർഘമാക്കി നിന്റെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ നിന്ന് അത് നിന്റെ സന്തോഷത്തിന്റെ ആ കൊടുമുടിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ദൈവം നിനക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത എങ്ങനെ മൗനമായിരിക്കുവാൻ കഴിയും? ഇന്ന് രാത്രി ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ. ആ വലിയ അനർത്ഥത്തിനകത്ത് നിന്ന്, ആ വലിയ പ്രതികൂലത്തിനകത്ത് നിന്ന്, ആ പ്രതിസന്ധിക്കകത്ത് നിന്ന് ദൈവം നീക്കുപോക്ക് നൽകി ഇതുവരെ എത്തിച്ചെങ്കിൽ ഇനിയും മുമ്പോട്ട് നടത്തുവാൻ ശക്തനല്ലേ? അതേ മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായത്, അതേ ചെങ്കടലിൽ അവർ മുങ്ങിപ്പോകുവാൻ ഇടയാകാതെ ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിച്ച ദൈവത്തെ അവർ പാടി സ്തുതിക്കുക. ഇന്ന് രാത്രി ഒരു ദൂതി ഞാൻ പറയുക, ഈ പ്രതികൂലത്തിനകത്ത് നിന്ന് പുറത്തെടുക്കുന്ന യുഗങ്ങളുടെ പാതയാകുന്ന ക്രിസ്തു ആമേൻ ഹല്ലേലൂയ യഹോവയാം യാഗിൽ ശാശ്വതമായ പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലേ ആമേൻ പാടത്തക്ക വിധത്തിൽ സ്തുതിക്കത്തക്ക വിധത്തിൽ ആമേൻ നിന്നെ ശക്തിയോടെ പുറത്തെടുക്കുന്നവർ ഇന്ന് രാത്രി കൂടെയുണ്ട്. അവരുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. മരുഭൂമിയും അതിലെ പട്ടണങ്ങളും ഹല്ലേലൂയ. അതേ മരുഭൂമിയിലായിരുന്ന ഹാഗർ ഹല്ലേലൂയ ആ കുഞ്ഞിനെ മാറ്റിക്കടത്തി, അമ്പമ്പാട് ദൂരത്ത് മാറ്റിക്കടത്തി കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞു ആമേൻ നിലവിളിക്കുമ്പോൾ ഹാഗറേ നിനക്കെന്തെന്ന് ചോദിച്ചുകൊണ്ട് ദൂതൻ ഇറങ്ങി വന്നു. ആമേൻ. അതേ കുഞ്ഞിരിക്കുന്നിടത്ത് ആമേൻ സ്വർഗം നീരുറവയെ തുറന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൂതൻ നിന്നെ തട്ടി ഉണർത്തുന്ന രാത്രിയായി മാറട്ടെ. നിന്റെ കണ്ണുനീരിന് മറുപടി അത് ലഭിക്കുന്ന രാത്രിയാകട്ടെ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അത് പ്രാപിക്കുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവൻ ആമേൻ ഹല്ലേലൂയ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. മരുഭൂമിയും അതിന്റെ പട്ടണങ്ങളും ഹല്ലേലൂയ. ഇന്ന് മരുഭൂമിയുടെ അനുഭവം പോലെയാണോ നിന്റെ പട്ടണം? അല്ല, നിന്റെ ഭവനം, നിന്റെ ജീവിതം. ഹല്ലേലൂയ. അവൻ എല്ലാം തകർന്നു തരിപ്പണമായിരിക്കുകയാണോ? അവൻ ചുട്ടുകൊള്ളുന്ന അനുഭവമാണോ? പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞോ? ഹല്ലേലൂയ. മരുഭൂപ്രയാണ യാത്രയിൽ പട്ടുപോകുവാൻ അനുവദിക്കാതെ ആമേൻ തണലായി താങ്ങായി കൂടെയിരുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നെങ്കിൽ ആമേൻ കരം അതേ മരുഭൂമിയും അതിലെ പട്ടണങ്ങളും ആമേൻ കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദം ഉയർത്തട്ടെ.
ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിന് മറുപടി മാതാവേ വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇതൊരു ആശ്വാസ വചനമല്ല, ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തി എന്നോണം നിന്റെ ജീവിതത്തിൽ ആമേൻ നീ സന്തോഷിക്കാൻ പോകുകയാ, നീ ആനന്ദിക്കുവാൻ പോകുകയാ. അതെ, നിന്ന ഉരുണ്ട് മാറിയതുപോലെ ആ ഹന്ന ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധി നിലവിളിച്ച നിലവിളിക്ക് മറുപടി പ്രാപിച്ച് ആനന്ദിച്ചതുപോലെ ഹല്ലേലൂയ നീ ആനന്ദിക്കാൻ പോകുകയാ, നീ സന്തോഷിക്കുവാൻ പോകുകയാ. ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂത ആമേൻ യെശയ്യാവ് കൈമാറി അവർ സന്തോഷിക്കത്തക്ക വിധത്തിൽ കർത്താവിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിച്ചു. ഇന്ന് രാത്രി അതേ വചനം നിന്നെ കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ പ്രതികൂലത്തിനകത്തൂടെ കടന്നു പോകുന്ന നിനക്ക് നീക്കുപോക്കുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ആമേൻ. ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്നാർക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. സന്തോഷിക്കുവാൻ കഴിയത്തില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല, ആരാധിക്കുവാൻ കഴിയത്തില്ല, നിന്നെ കൊണ്ട് സമ്മതിക്കത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ തകർത്ത് അതേ നീ ജയോത്സവം കൊണ്ടാടാൻ പോകുകയാ. അവൻ ഭരണത്തെ പാതാളത്തെ അതിജീവിച്ച ക്രൂശിൽ ഹല്ലേലൂയ ജയോത്സവം കൊണ്ടാടിയ ആമേൻ കർത്താവ് നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നീ പരാജയപ്പെടുകയല്ല. ആമേൻ. ആമേൻ. ഉയർച്ചയുടെ പടുവകൾ ചവിട്ടി കയറത്തക്ക വിധത്തിൽ ഉയരത്തിലെ ദൈവം ആമേൻ നിന്നെ ശക്തീകരിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞ് കരം പിടിച്ച് അവരെ ഹോമയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന രാജ്യത്ത് നീ പ്രസ്താവിക്കാൻ പോകുക യാതൊന്ന് ആമേൻ ദൈവത്തിൽ നീ ആശ്രയിക്കുന്നത് കൊണ്ട്, സ്ഥിരമാനസൻ അവനിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് ആമേൻ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യിരെമ്യാവ് ഒരിക്കൽ ആമേൻ വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന സമയത്ത് ആമേൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. നീയും അതുപോലല്ലേ? ആമേൻ. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, എന്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. ആമേൻ. നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എന്റെ അപ്പനോട് അറിയിച്ച അവന് ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. എന്റെ അമ്മ എന്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രം എല്ലായ്പ്പോഴും നിറഞ്ഞതും ആയിരിക്കേണ്ടതിന് ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയായി കൊണ്ട് അവൻ കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? ഹല്ലേലൂയ. അവൻ എത്രയോ ആവർത്തിച്ച് നീ ചോദിച്ചു, ഈ കഷ്ടവും ഈ സങ്കടവും അനുഭവിച്ച് ജീവകാല ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിനാ ദൈവമേ? ഹല്ലേലൂയ. ഈ ആട്ടും കേട്ട് ഈ തുപ്പും കേട്ട് ആമേൻ അവരുടെയും ഇവരുടെയും ആമേൻ മുമ്പില് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഹല്ലേലൂയ. സ്വയം നീ എത്രയോ പ്രാവശ്യം ചോദിച്ചു നിന്നോട് തന്നെ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ നിന്നെ കൈവിടാതെ കണ്ട് ഈ കഷ്ടത്തിനകത്ത് ഈ സങ്കടത്തിനകത്ത് ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ച് അതേ സമാധാനത്തോടെ കാക്കുന്ന, എങ്ങനെ സമാധാനത്തിൽ? പൂർണ്ണ സമാധാനത്തിൽ അത് കാക്കുന്ന ഒരു യാഗ് ഹല്ലേലൂയ യഹോവയാം യാഗ് നിനക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ നീ ഭാരപ്പെടേണ്ടെന്നേ, നീ നിരാശപ്പെടേണ്ടെന്നേ. ആമേൻ. നീ സന്തോഷിക്കാൻ പോവുക, നീ ആനന്ദിക്കാൻ പോവുക. ആമേൻ. ഇന്ന് സമയം പോക്കാൻ വേണ്ടി ഒരു പ്രസംഗ വിഷയമായി എടുത്ത് സംസാരിക്കുകയല്ല. ഇന്ന് രാത്രി ആത്മാവിൽ ദൂതമായി മാറുകയാണ്. നീ സന്തോഷിക്കാൻ പോകുക, നീ ആനന്ദിക്കാൻ പോകുകയാ. ആമേൻ. നീ എഴുന്നേൽക്കാൻ പോകുകയാ. ആ രോഗക്കിടക്കയിൽ നിന്ന് നീ എഴുന്നേൽക്കുവാൻ പോകുകയാ. എന്തിനാ കർത്താവേ ഈ രോഗം എനിക്ക് തന്നത്? ആമേൻ. ഇവരുടെ മുമ്പിൽ ഞാൻ എന്തിനാണ് ഈ കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടുന്നത്? ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിനെന്ന് ചോദിച്ച് നിലവിളിച്ച് നിരാശപ്പെട്ട് ഒതുങ്ങി കഴിയുന്ന സഹോദര സഹോദരി മാതാവേ കുഞ്ഞേ, ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു നല്ല ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26:3 നാം ഇങ്ങനെ വായിച്ച്, അവൻ നിന്നെ ആശ്രയിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണമായി സമാധാനിപ്പിക്കും. ഹല്ലേലൂയ. ലോകത്തിൽ ആർക്കും നിന്നെ സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല. നീ കടന്നു പോകുന്ന വേദന മനസ്സിലാക്കാൻ നിന്റെ കൂടപ്പുറപ്പിന് കഴിയുന്നില്ല, നിന്റെ കൂടെ കടന്നുറങ്ങുന്നവർക്ക് കഴിയുന്നില്ല, നിന്നെ നോക്കുന്ന ഡോക്ടർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ നിന്റെ ഉറക്കത്തെ കെടുത്തി അവയെ തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വരാതെ പോലും ഉറങ്ങുവാൻ കഴിയാതായിരിക്കുന്ന നിന്റെ സ്വന്തതയെ നഷ്ടപ്പെടുത്തി ഹല്ലേലൂയ
ഒരു ഭ്രാന്തിയെ പോലെ ആമേൻ നിന്നെ വല്ലാത്തൊരവസ്ഥയിലാക്കിയിരിക്കുന്ന അനുഭവത്തിനകത്ത് നിന്ന് ആമേൻ പൂർണ്ണമായ സമാധാനം നിനക്ക് നൽകുവാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി ആമേൻ നിന്റെ കൂടെയുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ആ പൂർണ്ണ സമാധാനം നൽകുവാൻ അവൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ചൊരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. അവൻ നിന്നെ ആശ്രയിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണമായി സമാധാനിപ്പിക്കും. ഹല്ലേലൂയ. പ്രപഞ്ചത്തിലെ ആമേൻ ഏക തികഞ്ഞ വ്യക്തി അവൻ അത്യുന്നതനായ ദൈവം മാത്രം. മുഴു ലോകം എടുത്തു നോക്കിയ ലോകത്തിൽ ആരെ തുലനം ചെയ്താൽ പ്രപഞ്ചത്തിലെ ഏക തികഞ്ഞ വ്യക്തി അത്യുന്നതനായ ദൈവം മാത്രമാണ്. നമ്മുടെ സ്വർഗീയ പിതാവിനെ പോലെ പൂർണ്ണരാകാൻ യേശു കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടതിൽ അതിശക്തിയില്ല. നമ്മോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാർ കേൾക്കുകയും ഗിരിപ്രഭാഷണം നടത്തിയപ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 48-ാം വാക്യം ഇങ്ങനെയാ കർത്താവ് തിരുവായി മൊഴിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു പൂർണ്ണനല്ല എന്നല്ല ഇതിനർത്ഥം. അവൻ തികഞ്ഞവനാ. എന്നിരുന്നാലും തന്നിലേക്ക് തന്നെ ശ്രദ്ധ ആകർഷിക്കാനല്ല, മറിച്ച് തന്നെ അയച്ച പിതാവിനെ മഹത്വപ്പെടുത്താനാണ് അവൻ ആഗ്രഹിച്ചത്. ഇന്ന് രാത്രി അവൻ എന്നിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. എന്നിലൂടെ കേൾക്കുന്ന വചനം ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതാണ്. അവനാണ് നിങ്ങളെ സമാധാനത്തിൽ കാക്കുന്നത്. അവനാണ് നിങ്ങളെ സൗഖ്യമാക്കുന്നത്. അവനാണ് നിങ്ങളെ വിടുവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ആധികാരികമായി ഈ ലൈവിലൂടെ ദിവസങ്ങളിൽ വിളിച്ചു പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ലോകത്ത് നൽകുവാൻ കഴിയാത്ത സമാധാനം, ഈ ലോകത്ത് ആരെ കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതെ ദുഃഖത്തിലൂടെ വേദനയിലൂടെ അതെ സമസ്ത മേഖലകളിൽ കണ്ണനീരിലൂടെ കടന്നു പോകുന്ന നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ അനുഭവിച്ചറിയുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയത് കൊണ്ടാ ഇന്ന് രാത്രി പ്രിയ സഹോദരനെ ആമേൻ ഈ ശബ്ദത്തിൽ അതെ നിങ്ങളോട് ഈ വചനാധികാരമായി പങ്കുവെക്കുന്നത്. ഹല്ലേലൂയ. അതെ രോഗിയായി 3 ഓപ്പറേഷൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അതെ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. തലമുറകൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ തലമുറകളില്ലാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹം ആമേൻ അതെ സഫലമാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ തലമുറകളില്ലാതെ ഇനി ജീവിക്കുവാൻ ആഗ്രഹമില്ല. തലമുറയോടുകൂടെ ജീവിക്കുവാൻ എന്നെ അനുവദിച്ച എന്റെ കർത്താവിനെ കുറിച്ച് എനിക്ക് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇന്ന് രാത്രി ആമേൻ നിന്റെ വേദനകളെ നിന്റെ കഷ്ടതകളെ കണ്ട് മാറിപ്പോകുന്നവനല്ല. ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ആമേൻ ഞാനും നിങ്ങളും ജീവിക്കുവാൻ തയ്യാറാകേണ്ടതിന് ദൈവം നൽകി തന്നിരിക്കുന്ന വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞാനും നീ തയ്യാറായ അസാധ്യമായ മേഖലകളെ ദൈവം സാധ്യമാക്കി തരും എന്ന അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. അതെ തന്റെ മക്കൾക്ക് ഹല്ലേലൂയ ആമേൻ തികഞ്ഞ സമാധാനം നൽകേണ്ടതിന് ഉത്തരവാദിത്വമുള്ളവനാണ് ദൈവം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ തയ്യാറാകാതെ അവനെ അയച്ച പിതാവിന്റെ ഇഷ്ടത്തിന് ജീവിക്കുവാൻ തയ്യാറായതായി സത്യവേദപുസ്തകം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെ സർവശക്തനായ ദൈവം തന്റെ പുത്രനെ പൂർണ്ണതയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് തികഞ്ഞ സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ അതേ പ്രാരംഭ വാക്യം നമ്മൾ വായിച്ചല്ലോ. ഹല്ലേലൂയ ആമേൻ. അത് വീണ്ടും എന്ത് ചെയ്യണം? ധ്യാനിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് സമാധാനമാകുമ്പോൾ നിങ്ങളുടെ ജീവിതം ആമേൻ സന്തോഷകരമായി ആമേൻ തീരും. ഹല്ലേലൂയ ആമേൻ. അവന്റെ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ആമേൻ അവന്റെ വചനത്തിൽ നാം വേരൂന്നി വളരുകയോ
ആമേൻ ചെയ്യുമെങ്കിൽ നിശ്ചയമായും മനസ്സ് സമാധാനം കൊണ്ട് നിറയുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിന്റെ ആമേൻ താളുകൾ മറിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു മനുഷ്യന് പൂർണ്ണമായ സമാധാനം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതൊരു മനുഷ്യന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്നതല്ല, അത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാൽ അത് ആമേൻ നിയോഗം പ്രാപിച്ച് എഴുതിയ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ വേദനയെ ഇല്ലാതാക്കുവാൻ ആ വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് രാവും പകലും വിശുദ്ധ തിരുവെഴുത്തുകളെ ധ്യാനിക്കുന്നത് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. അതെ, ഓരോ ദിവസവും ഹല്ലേലൂയ അതെ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആയാൽ അത് എല്ലാ അനുഗ്രഹങ്ങളും ആമേൻ അതെ പൂർത്തീകരിക്കുന്നതിന് ആമേൻ ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾ തികഞ്ഞ സമാധാനമുള്ളവരായി സന്തോഷമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അതെ, അനുദിന ജീവിതത്തിൽ നമ്മുടെ ഈ ജഡിക ശരീരം ആരോഗ്യമുള്ളതായി തീരുവാൻ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ അകത്തെ മനുഷ്യൻ അത് ശക്തിപ്പെടുവാൻ അത് ദൈവവചനം ഞാൻ നിങ്ങളും ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രവാചകന്റെ പുസ്തകം 26:3 ഹല്ലേലൂയ. ഏത് കാലഘട്ടങ്ങളിലും ഏത് യുഗത്തിലും ജീവിച്ചിരിക്കുന്നവർക്ക് ആമേൻ ഇത് മനസമാധാനത്തിനുള്ള വഴിയായി ആമേൻ അത് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഏത് യുഗങ്ങളിലും ഏത് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യന് യഥാർത്ഥമായ സമാധാനം അനുഭവിക്കുവാൻ തക്കവണ്ണം ആമേൻ ആ വചനം ശക്തിയായി വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. ആവർത്തിച്ച് എത്രയോ പ്രാവശ്യം ഞാൻ ഈ വചനം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും അതെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ തമ്പുരാൻ നിമിത്തം ആമേൻ സമാധാനം സന്തോഷവും അനുഭവിച്ച ആമേൻ പൗലോസ് ശ്ലീഹ ആമേൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ദൈവസഭയിലായിരിക്കുന്നവർ സമാധാനം അനുഭവിക്കുന്നത് കണ്ട്, പാതി സന്തോഷം അനുഭവിക്കുന്നത് കണ്ട്, പാതി സൗഖ്യം അനുഭവിക്കുന്നത് കണ്ട് ആമേൻ അവർ പൂർണ്ണ സമാധാനം പ്രാപിക്കേണ്ടതിന്, പൂർണ്ണ സന്തോഷം പ്രാപിക്കേണ്ടതിന്, ആമേൻ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കേണ്ടതിന് ആത്മാവിൽ നിയോഗം പ്രാപിച്ചെഴുതിയ വരികളാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിന്റെ വിചാരത്തോട് ഒരു മുഴം പോലും കൂട്ടാൻ നിനക്ക് കഴിയത്തില്ലെന്ന്. അതുകൊണ്ട് വിചാരിച്ച് തല ആമേൻ അതെ നമ്മൾ പറയാറില്ലേ ആമേൻ തല കുണ്ണാക്കാതെ അല്ലെ ഇന്ന് രാത്രി അതെ നിന്റെ ഉറക്കത്തെ കെടുത്തുന്ന നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന കാര്യങ്ങളെ നീ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. എന്നിട്ട് നീ കിടന്നുറങ്ങുക. അതെങ്ങനെയാ ദൈവദാസനെ പാസ്റ്ററെ ഉറങ്ങുന്നേ? അതെ, തലേന്ന് രാത്രി യാക്കോബിന്റെ തല വെട്ടിയത് ആമേൻ പത്രോസ് കണ്ടതാ. അടുത്ത ദിവസം ആമേൻ അതെ പത്രോസിന്റെ തല വെട്ടുന്ന ഉറപ്പാ. പക്ഷേ അവൻ സുഖമായി ഉറങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രതികൂലത്തിന്റെ അകത്ത് അകപ്പെട്ടിരിക്കുന്ന സഹോദര സഹോദരി മാതാവേ കുഞ്ഞെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നിന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിനകത്ത് നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. വടവും വിട്ട് വലയും വിട്ട് തമ്പുരാന്റെ കൂടെ ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ആമേൻ തലവെട്ടുമെന്നുള്ള ഭീതി അകത്ത് കയറി ആമേൻ ഉറക്കം കെടുത്തുന്നവനല്ല. ആമേൻ നിന്നെ വിളിച്ചവൻ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവൻ കരമടിച്ച് അതുകൊണ്ട് ആമേൻ പ്രാർത്ഥിക്കുന്നവരുമായിട്ട് ഒരു ബന്ധം വേണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എല്ലാ ലൈവ് പ്രോഗ്രാം കഴിയുമ്പോഴും നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് റിക്വസ്റ്റ് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. സഹോദര സഹോദരി ആമേൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ നീ ഒറ്റയ്ക്കല്ല. ആ പ്രതികൂലത്തിനകത്ത് ആമേൻ സ്വർഗം ഇറങ്ങി വരുവാൻ നിന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന സ്വർഗം കേട്ട് ആ പ്രതിസന്ധി കടന്നു നിന്ന് ദൈവത്തിന്റെ വിടുവിക്ക് പൂർണ്ണ സമാധാനത്തിൽ കാക്കും.
വിശ്വസിക്കുന്നവർ കരമടിച്ച് ആമേൻ പറഞ്ഞ കർത്താവിനെ Hallelujah. Praise the Lord. ഹല്ലേലൂയ. നമുക്കറിയാം ദാനിയേല് സിംഹത്തിന്റെ ഗുഹയിൽ ആമേൻ ഒരു രാത്രി ആമേൻ സുഖമായി കിടന്നുറങ്ങി. ആമേൻ മാംസഭുക്ക ഗർജിക്കുന്ന സിംഹമാ, അലർച്ച കേട്ടാ മതി. ആമേൻ കാട്ടിലെ രാജാവാ. എന്നാൽ ആ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അത്ഭുത മന്ത്രി യുദ്ധവീരനും സമാധാന പ്രഭുവായവന്റെ ഭക്തനായ ദാനിയേല് ആ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഒരു രാത്രി അസ്വസ്ഥനായെന്നല്ല, അവൻ സുഖമായി കിടന്നുറങ്ങി. ഇന്ന് രാത്രി അവന്റെ അസ്വസ്ഥതയെല്ലാം നീക്കി സ്വസ്ഥതയോട് കിടന്നുറങ്ങത്തക്ക വിധത്തിൽ എത്ര വലിയ ഗർജിക്കുന്ന സിംഹം ആമേൻ നിന്റെ ചുറ്റിനുമുണ്ടെങ്കിലും സമാധാനത്തോടെ കിടന്നുറങ്ങത്തക്ക വിധത്തിൽ നീ സേവിക്കുന്ന ദൈവം നിന്നെ കാക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. എന്തുകൊണ്ടാണ് അവൻ ദാനിയേലിന് അപ്രകാരം ഉറങ്ങാൻ സാധിച്ചത്? അവന്റെ തീരുമാനത്തില്. അവൻ ഇന്ന് രാത്രി നീ തീരുമാനമെടുക്കുക. അവൻ ലോകം തരുന്നത് കൊണ്ട് ഞാൻ മലിനപ്പെടുകയില്ല, ആമേൻ കൂട്ടുകാർ തരുന്നത് കൊണ്ട് ഞാൻ മലിനപ്പെടുകയില്ല, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ലെന്ന് ആമേൻ യൗവനക്കാരനായ ദാനിയേൽ തീരുമാനമെടുത്തതുപോലെ ഇന്ന് രാത്രി തീരുമാനമെടുത്ത് നീ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നീ ആയിരിക്കുന്നിടത്ത് നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന സകല പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ പ്രവൃത്തി വലിയതായ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുന്ന രാത്രിയായി തീരുകയാണ്. അതുകൊണ്ടാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. ദാനിയേലിനെതിരെ രേഖ എഴുതി ഉണ്ടാക്കി അവൻ അടുത്ത ദിവസം അവൻ അകത്താകും. ഹല്ലേലൂയ. പക്ഷേ ആമേൻ അവൻ എന്താ ചെയ്തതറിയാമോ? അതിനെക്കുറിച്ച് വിചാരിച്ച് സമയം കളഞ്ഞില്ല. അവൻ പതിവ് പോലെ ആമേൻ മുഴങ്കാൽ മടക്കി സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യുഗങ്ങളുടെ പാതയാകുന്ന ക്രിസ്തുവിനെ ഹല്ലേലൂയ വിശ്വസിക്കുന്ന സഹോദര സഹോദരി മാതാവേ പിതാവേ, ഇന്ന് രാത്രി നിനക്കെതിരെയുള്ള രേഖകൾ തിരുത്തി എഴുതപ്പെടുകയാ. ആമേൻ. നിന്റെ ഫയല് നീങ്ങുന്ന രാത്രിയാ. ഇന്ന് രാത്രി വിശ്വസിച്ച് കരമടിച്ച കർത്താവിന് മഹത്വം. പ്രാർത്ഥിക്കാൻ തയ്യാറാകണം കേട്ടോ. തീരുമാനമെടുത്ത് ജീവിക്കാൻ തയ്യാറാണ് കേട്ടോ. അല്ലാതെ ദൂത് കേട്ട് ആമേൻ അതെ പ്രവചനം കേട്ടു അല്ലെങ്കിൽ പ്രസംഗം കേട്ടു വചനം കേട്ടു എന്ന് പറഞ്ഞ നീ ആമേൻ നിന്റേതായ ഇഷ്ടത്തിന് പോയ ഒക്കത്തില്ല. ആമേൻ. അതെ ദാനിയേല് തീരുമാനമെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോഴാണ്, ആമേൻ ഉറച്ചു പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. അതുകൊണ്ട് ആമേൻ അതെ മാവേലി സ്റ്റോറി പോകുമ്പം അതെ ഭാര്യ ലിസ്റ്റ് എഴുതി തരുന്നത് പോലെ ആമേൻ ഏതെങ്കിലും പാസ്റ്റർ അടുത്തേക്ക് കുറെ ലിസ്റ്റ് എഴുതി കൊടുത്തിട്ട് ആമേൻ തോന്നിയതുപോലെ പോയാൽ ജീവിച്ചാൽ കാര്യം നടക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കാര്യം ഭരമേൽപ്പിക്കേണ്ടവന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിട്ട് ആമേൻ മറുപടിക്കായി മുഴങ്കാൽ മടക്കാൻ തയ്യാറാകുക. ആമേൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. ഹല്ലേലൂയ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളിൽ ആമേൻ 37:3 ഭക്തൻ ഇങ്ങനെ പറയുന്നു: യഹോവയിൽ ആശ്രയിക്കുക, നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. കുഞ്ഞെ, മൊബൈലിലല്ല രസിക്കേണ്ടത്. സഹോദര, വിബ്രജീന് മേടിക്കുന്ന മദ്യക്കുപ്പിയിലല്ല രസിക്കേണ്ടത്. ചീട്ട് കളിച്ചിട്ട് അല്ല രസിക്കേണ്ടത്. കളി പറഞ്ഞല്ല രസിക്കേണ്ടത്. ഇന്ന് രാത്രി സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതെ നിലവുകളിൽ ക്രിസ്തുവ് കാക്കണമെങ്കിൽ നീ യഹോവയിൽ ആശ്രയിക്കണം. യഹോവ ആരെന്ന്, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് ദൈവം ആരെന്ന് മാനവരാശിക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി കന്യകാ മറിയത്തിലൂടെ ജനിച്ച നസ്രേത്തുകാരനായ യേശു ക്രിസ്തു 33 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചു. അക്കാലത്ത് ആമേൻ ലോകത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകർത്താക്കന്മാർ
ആമേൻ. കുറ്റകൃത്യത്തിന് പിടിച്ച ജയിലിലിട്ട ബറാബാസിനെ വിട്ടുതരിക, നീതിമാനായ യേശുവിനെ ക്രൂശിക്ക എന്ന അക്കാലത്തിരുന്ന ജനങ്ങൾ ഒന്നൊന്നായി ആക്രോശിച്ചപ്പോ ഇവനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് ഒരു പങ്കും ഓഹരിയുമില്ല എന്ന് പറഞ്ഞ പീലാത്തോസ് കൈ കഴുകി. വചനത്തിന്റെ നിവൃത്തി എന്നോണം 33 തിരുവയസ്സ് പ്രായമുള്ള നസറേത്തുകാരനായ അത് യേശുവിനെ ഗോൽഗോത്ത മലമുകളിൽ ഉയർത്തിയ ആ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. എഴുതിയതുപോലെ ജനിച്ചവൻ, എഴുതിയതുപോലെ വളർന്നവൻ, എഴുതിയതുപോലെ ജീവിച്ചവൻ, എഴുതിയതുപോലെ മരിച്ചവൻ, എഴുതിയതുപോലെ ഉയർത്തെഴുന്നേറ്റവൻ, തിരുവെഴുത്ത് നിവൃത്തി എന്നോണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു, അത് വളർന്നു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ലോകത്തിലെ ഒത്തിരി മഹാന്മാര് ജനിച്ചിട്ടുണ്ട്, ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മഹാന്മാരുടെ എല്ലാം കല്ലറകൾ ഇന്നും അടഞ്ഞ് അതിനകത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രമേ തുറക്കപ്പെട്ടിട്ടുള്ളൂ. ആ കല്ലറ മാത്രമേ ഇന്ന് തുറന്നു കിടക്കുന്നുള്ളൂ. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ മാനവരാശിയെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, അതേ നിലത്തെ മണ്ണുകൊണ്ട് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് അവൻ ഈ ഭൂമിയിൽ കുടുംബമായി കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഭവനത്തില് സ്വസ്ഥത ഇല്ലാതാക്കിയ ദുഷ്ട പിശാചിന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവൻ സ്വസ്ഥത നഷ്ടപ്പെട്ട് കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുന്ന ജനത്തെ നിത്യമായ സമാധാനത്തിലേക്ക്, നിത്യമായ സ്വർഗത്തിലേക്ക്, നിത്യമായ രാജ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുക ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ള വസ്തുത ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്തൊരു സത്യമാണ്. സ്നേഹിത, ഇന്ന് രാത്രി നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, നീ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലെങ്കിലും, നിനക്ക് സമാധാനം എന്ന ഒന്ന് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഹല്ലേലൂയ, വിപരീതത്തിൽ പോയി കുപ്പി മേടിച്ച് മുട്ടിച്ച് കഴിച്ചാൽ കിട്ടത്തില്ല. ചിലർ വിചാരിക്കുന്ന കല്യാണം കഴിഞ്ഞാൽ സമാധാനം കിട്ടും. കല്യാണം കഴിച്ചവരോട് ചോദിച്ചാൽ പറയും കല്യാണം കഴിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ സമാധാനം. ചിലര് പറയും മക്കളുണ്ടായ സമാധാനമാ, ചിലര് പറയുന്നു മക്കൾ ഉണ്ടാകാതിരിക്കുകയായിരുന്നെങ്കിൽ സമാധാനമാ, ചിലര് പറയുന്നു ഗവൺമെന്റ് ജോലി കിട്ടിയ സമാധാനമാ, അവര് പറയും ഇത് കിട്ടാതിരുന്നെങ്കിൽ സമാധാനം. നോക്കിക്കേ, സമാധാനം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് കിട്ടത്തില്ല സ്നേഹിത. മാർക്കറ്റിൽ പോയാൽ നിനക്ക് കള്ള് കിട്ടും, കഞ്ചാവ് കിട്ടും, ബ്രൗൺ ഷുഗർ കിട്ടും. നിന്റെ കാശിന്റെ വലിപ്പത്തിനനുസരിച്ച് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം കിട്ടും. പക്ഷെ സമാധാനം, സ്വസ്ഥത, സന്തോഷം ഇത് നിനക്ക് കാശ് കൊടുത്താൽ കിട്ടത്തില്ല. കാശ് കൊടുത്ത പലരും നിന്റെ കൂടെ വരും, എന്നാൽ നിന്റെ കാശ് കണ്ട് കൂടെ വരുന്നവരല്ല അതിലാണ്ടത്തെ സിട്ടിച്ച സിട്ടാവാ ദൈവം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിന്റെ അകത്തെ മനുഷ്യനെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് അവനൊരു ശുദ്ധീകരണം ഉണ്ടായി. നീ ദൈവത്തോട് അടുക്കുമെങ്കിൽ പൂർണ്ണമായ സമാധാനം നീ അനുഭവിക്കുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. ആമേൻ. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരുമെന്ന്. കൂട്ടുകാര് തരുമെന്നല്ല, നാട്ടുകാര് തരുമെന്നല്ല, തല്ലുകൊണ്ട് നടക്കുന്നവര് തരുമെന്നല്ല. വായി നോക്കി നടക്കുന്നവരില്ലേ, കറങ്ങി നടക്കുന്നവരില്ലേ, ചിലര് ജോലിയൊന്നും ഇല്ലെങ്കിലും വീട്ടിലിരിക്കത്തില്ല, കറങ്ങി നടക്കും. അങ്ങനെ കറങ്ങി നടക്കുന്നവർക്ക് തരുമെന്നല്ല. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യണം, ദേശത്ത് പാർക്കണം, വിശ്വസ്തത ആചരിക്കണം, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളണം. എങ്ങനെ ആയാൽ അവൻ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നിനക്ക് തരും. ആര്? ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ടവൻ, ഹല്ലേലൂയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവൻ, ഉദയ സൂര്യനെ ആമേൻ അതെ
സ്വയം നിയന്ത്രിക്കുമെന്നവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദൈവ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, സ്ഥിരമാനസൻ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് പൂർണ്ണ സമാധാനത്തിൽ അവൻ അവനെ കാത്തു. ഹല്ലേലൂയ. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കാം. സ്നേഹിത, നാട്ടുകാരെ ഏൽപ്പിക്കരുത്, കൂട്ടുകാരെ ഏൽപ്പിക്കരുത്. നിന്റെ വഴി ആരെ ഏൽപ്പിക്കണം? യഹോവയെ ഏൽപ്പിക്കണം. ആരാണ് യഹോവ? ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞ യേശു കർത്താവ് പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഹല്ലേലൂയ. സനാതന ധർമ്മം, മാറ്റമില്ലാത്തത്, നിത്യമായത്. ഹല്ലേലൂയ. ഏകസത്യ ദൈവത്തെ ആമേൻ വിശ്വസിക്കുന്ന ദൈവ ജനമേ, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ആമേൻ. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. കുഞ്ഞെ, നിന്റെ കോപം കള. കോപം കളയണമെന്ന്. അപ്പനോടുള്ള നിന്റെ കോപമില്ലേ? അമ്മയോടുള്ള നിന്റെ കോപമില്ലേ? കോപം കളയണം, ക്രോധം ഉപേക്ഷിക്കണം. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ആ ദോഷം ഈ ദോഷം, ഇതിലേ പോയാലും ദോഷം. കുഞ്ഞെ, നിന്റെ കയ്യിലിരിപ്പ് ശരിയാക്ക്, ദോഷമെല്ലാം നേരെയാകും. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്ക, മുഷിഞ്ഞു പോകരുത്, അവ ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. അവ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ആമേൻ. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ഹല്ലേലൂയ. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുക. ഹല്ലേലൂയ. അവൻ ഒരു നീതിമാനായ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ദുർവർത്തമാന നിമിത്തം അവൻ എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടുകയില്ല. അവൾ അത് പറഞ്ഞു, അവൻ അത് പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, അത് കേട്ടു, ഇത് കേട്ടു. ഇതൊന്നും കേട്ടാൽ ഒരു നീതിമാൻ എന്ത് ചെയ്യത്തില്ല? ഭയപ്പെടത്തില്ലെന്ന്. നീതിയോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. പലരുടെയും നന്മ മുടങ്ങിക്കിടക്കുമ്പോ നീ നീതിയോടെ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ നിന്റെ നന്മ മുടങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരാമേൻ പറയാമോ? കലമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താൽ. ആമേൻ. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. ഹല്ലേലൂയ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി. എന്നാൽ അങ്ങനെ ആയിരിക്കുന്ന മാനവരാശിയെ നീതീകരിക്കുവാൻ ആ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു ദൈവവൈതലേ, നീ ഭയപ്പെടാതെ ജീവിക്കത്തക്ക വിധത്തിൽ നിന്നോട് കൂടെയിരുന്ന ആമേൻ നിന്നെ മുമ്പോട്ട് നയിക്കുന്ന കർത്താവ് പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാണ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. ഇന്ന് രാത്രി ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് തികഞ്ഞ സമാധാനത്തോടെ ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനായ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി സമയം വേർതിരിച്ചിരുന്ന ദൈവവൈതലേ, ഈ ലോകം നൽകാത്ത സമാധാനം അവൻ നിങ്ങളുടെ അകത്ത് നൽകുവാൻ ശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. രോഗമാണോ, കടഭാരമാണോ,
ഞെരുക്കമാണോ, ഭീഷണിയാണോ, വെല്ലുവിളിയാണോ, നീ ചെയ്യാത്ത കുറ്റത്തിന് നിനക്കെതിരെ ശബ്ദമുയർത്തി വരുന്ന ശത്രുവാണോ നിനക്ക് ഭയമായി നേരിടുന്നത്? ഇന്ന് രാത്രി ആ ഭയത്തെ ഇല്ലാതാക്കി സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ ജീവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിച്ചു. ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി നസ്രയത്തുകാരനായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ജനിച്ചു. അവൻ ഇവിടെ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. അത് അനുഭവിക്കുവാൻ, അതെ, വിളി കേട്ട് ഇറങ്ങി തിരിച്ച എന്നെയും നിന്നെയും അത് അനുഭവിക്കാതെ കണ്ട് ഞെരുക്കിയിട്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് അവൻ ഇന്ന് രാത്രി നിന്നെ പുറത്തെടുക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവർ തലപടിച്ച് യഹോവയാം യാഗിൽ ശാശ്വതമായ പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കും. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവന് പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. മയങ്ങാത്തവനായി, ഉറങ്ങാത്തവനായി നിന്നോട് കൂടെ ഇരിക്കുന്ന നല്ല ദൈവം ആ പൂർണ്ണമായ സമാധാനത്തിൽ നിന്നെ കാക്കുവാൻ ശക്തനാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. സ്വസ്ഥതയില്ലാതെ, സമാധാനം നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, ആമേൻ, എന്തിനാണ് ഈ കഷ്ടതയും ദുഃഖമുള്ള സങ്കടവുമുള്ള ആമേൻ ഈ അനുഭവത്തിൽ ഞാൻ ജീവിക്കുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചൊതുങ്ങിപ്പോയ വ്യക്തി ജീവിതങ്ങൾ ആമേൻ സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി ജീവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഈ ഭൂമിയിൽ ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കാലത്തിന്റെ തികവെങ്കിൽ ആമേൻ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. സമാധാനമില്ലാത്തവർക്ക് സമാധാനവും, സന്തോഷമില്ലാത്തവർക്ക് സന്തോഷവും, സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യവും കൊടുക്ക. ആമേൻ. ഈ ലോകത്തിൽ ആയിരുന്ന കർത്താവേ, ഇന്ന് രാത്രി അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന്. ഈ ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്. ആ സമാധാനം യഥാർത്ഥമായി അനുഭവിപ്പാൻ അത് ഇറങ്ങിത്തിരിച്ച അതേ ജനത്തിന് അത് അനുഭവിക്കുവാൻ കഴിയാതെ അവരുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങൾ ഇന്ന് രാത്രി നീങ്ങിപ്പോകട്ടെ. യഥാർത്ഥമായ സമാധാനവും സന്തോഷവും അവർ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദാനിയേൽ തീരുമാനമെടുത്തത് പോലെ തീരുമാനമെടുത്ത് ആ സന്തോഷം അതിന്റെ പരിപൂർണതയിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദാവീദ് ആമേൻ ആ രക്ഷയുടെ സന്തോഷം തിരികെ പ്രാപിച്ചതുപോലെ, എബ്രായ ബാലന്മാര് ദൈവ സാന്നിധ്യം അനുഭവിച്ചതുപോലെ ഇന്ന് രാത്രി സമസ്ത മേഖലകളിൽ ദൈവത്തിന്റെ സമാധാനവും സന്തോഷവും അവർ അനുഭവിക്കേണ്ട കർത്താവേ. തലമുറകളില്ലാത്തവർക്ക് തലമുറകൾ ഉണ്ടാകട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാകട്ടെ. കടഭാരങ്ങൾ വീട്ടുവാനുള്ള വഴികൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിദ്യാഭ്യാസ മേഖലയിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ആയിരിക്കുന്ന മേഖലകളിൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന ആ വിഷയത്തിന്മേൽ സ്വർഗ്ഗത്തിന്റെ കരം ചലിക്കട്ടെ. എന്റെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നുവെന്ന് പറയത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കട്ടെ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സരിയുന്ന കർത്താവ് ഇന്ന് രാത്രി പുരുഷാരത്തെ കണ്ട് മനസ്സരിഞ്ഞതുപോലെ കർത്താവെ ജനത്തോട് മനസ്സരിയുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ലൈവിൽ ആരെങ്കിലും വേദനയോടെ, കണ്ണുനീരോടെ, ദുഃഖത്തോടെ, നിരാശയോടെ, രോഗത്തോടായിരുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് സ്വർഗം നിറയ്ക്കണമേ നമ്മയോട് പ്രാർത്ഥിക്കും. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹവും വിടുതലും ദൈവത്തോട് അടുക്കുവാനും ഇടയായി തീർന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് 9744703489 എന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലുള്ളവർ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ മെസ്സേജ് യൂട്യൂബിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്യുക. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന അതേ ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ദൈവം അനുവദിച്ചാൽ നാളെ ഞായറാഴ്ചയാണല്ലോ, കൃത്യം 11:30 മണിക്ക് ആമേൻ നിങ്ങളുടെ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ വീട്ടിലാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. നിങ്ങൾക്ക് സാഹചര്യം ഒക്കുന്നെങ്കിൽ, സമയം സന്ദർഭം ഒക്കുന്നെങ്കിൽ ആമേൻ 11 മണിക്ക് ആമേൻ ലൈവിൽ വരിക. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട്. ഗോഡ് ബ്ലസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.